ബ്രേക്കിംഗ്. നേതാക്കളുടെ പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കാൻ ഒരുങ്ങി BJP. മോശം പ്രകടനം നടത്തിയവർക്കെതിരെ നടപടി വരും. പ്രകടനത്തിനനുസരിച്ച് പാർട്ടി പുനഃസംഘടിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടും പാർട്ടി നിശ്ചയിച്ച പരിപാടികളുടെ സംഘാടനവും മാനദണ്ഡമാക്കും. 5 ജില്ലകളിലും 80 സംഘടനാ മണ്ഡലങ്ങളിലും മാറ്റം വരും. സംസ്ഥാന ഭാരവാഹികളെയും മേഖലാ ഭാരവാഹികളെയും മാറ്റും. ഓഗസ്റ്റ് മാസത്തിലാകും പുനഃസംഘടന. VS രഞ്ജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, അതിവിപുലമായ നിർണായകമായ ഒരു പുനഃസംഘടന സംസ്ഥാന BJPയിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ പ്രോഗ്രസ് കാർഡ് നൽകുക, സ്ഥാനമാനങ്ങൾ മാറ്റുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം? ആര്യ, 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് BJPക്ക് അകത്ത് സംഭവിക്കാൻ പോകുന്നത്. അത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു സ്ട്രാറ്റജി കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ശേഷം 2 or 3 തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം നേരിട്ടു. പക്ഷേ സംഘടനയിൽ കാര്യമായി അദ്ദേഹത്തിന്റേതായ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം വരുന്നതിന് മുൻപ് തന്നെ ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ നിയമിക്കപ്പെട്ടിരുന്നു. അപ്പോൾ സംഘടനയിൽ മാറ്റം വരുത്താൻ രാജീവ് ചന്ദ്രശേഖറിന്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അദ്ദേഹം ഫിക്സ് ചെയ്യുകയാണ്. അത് പെർഫോമൻസ് ബേസ്ഡ് ആണ്. കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ കാണുന്ന പോലെ തന്നെ പെർഫോം ചെയ്യുന്ന ആളുകളെ പദവികളിൽ ഇരുത്തുക, പെർഫോം ചെയ്യാത്ത ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിലെ BJPയുടെ മണ്ഡല തലം മുതൽ മുകളിലോട്ടുള്ള എല്ലാ തലങ്ങളിലും ഈ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുകയും ആ പെർഫോമൻസ് ഇവാലുവേഷന്റെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാർക്ക് ചുമതല കൊടുക്കുകയും ചുമതലയിലുള്ളവരെ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്യും. അതിൽ ഏകദേശം 80ഓളം ജില്ലാ പ്രസിഡന്റുമാർ, 280ഓളം മണ്ഡലങ്ങളുണ്ട്. അതിൽ 80ഓളം മണ്ഡലങ്ങളും ഏകദേശം 5 or 6 ജില്ലകളിലും വലിയ മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. അതായത് പെർഫോമൻസിൽ വീഴ്ച സംഭവിച്ചു എന്ന് കണക്കാക്കിയിട്ടുള്ള ജില്ലകളാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടും അതിൽ മുന്നേറ്റം നടത്തുകയും അതിൽ പിന്നോക്കം പോവുകയും ചെയ്തിട്ടുള്ള ജില്ലകളാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പഠന ശിബിരങ്ങൾ, അതുപോലെ BJP സംഘടിപ്പിച്ച ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, ഇതൊക്കെ നടപ്പാക്കിയതിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ടാണ് പരിഗണിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടന ഓഗസ്റ്റ് സംഭവിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029 വേണ്ടി ഓരോ മണ്ഡലത്തിനും ഓരോ ഇൻചാർജുമാരെ നിശ്ചയിക്കും. ആ ഇൻചാർജുമാരായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക. ഇൻചാർജുമാർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറ്റും. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കാലേക്കുട്ടി കണ്ടുപിടിച്ച് ഇൻചാർജുമാരായി നിശ്ചയിച്ച് അവർക്ക് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനും പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതിൽ തന്നെ പല മണ്ഡലങ്ങളിലും മാറ്റം സംഭവിക്കാൻ സാധിക്കും. മുതിർന്ന നേതാക്കളെയും യുവാക്കളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ഇൻചാർജുമാരെ നിശ്ചയിക്കുക. VS രഞ്ജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകി.